മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാൾ സർക്കാരും നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തമ്മിലടി രൂക്ഷമായി തുടരുമ്പോൾ കൊണ്ടും കൊടുത്തും രാഷ്ട്രീയ അടവുകൾ പയറ്റി മുന്നേറുകയാണ് തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും. മമതയ്ക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ധാർമ്മിക പിന്തുണ ലഭിക്കുമ്പോൾ ബി.ജെ.പി ഏതാണ്ട് ഒറ്റയ്ക്കാണ്. കൊൽക്കത്ത കമ്മീഷണർ രാജീവ് കുമാറിനെ വാറന്റില്ലാതെ ചോദ്യം ചെയ്യാനെത്തിയ CBI സംഘത്തെ ബംഗാൾ പോലീസ് തടയുകയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തതോടെ തുടങ്ങിയ വിവാദം ഇപ്പോഴും കത്തിപ്പടരുകയാണ്. പോലീസ് നടപടിക്കെതിരെ കോടതിയെ ലക്ഷ്യത്തിന് സുപ്രീം കോടതിയിൽ പോയ CBIക്ക് പിന്നിൽ ചരട് വലിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനും പക്ഷെ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടു. കേസ് അടിയന്തരമായി പരിഗണിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ബംഗാൾ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നടന്നുവരുന്ന കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളാണ് ഇതോടെ പാളിപ്പോയത്. ശാരദ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയ CBI ഉദ്യോഗസ്ഥരെ ബംഗാൾ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ മമത ധർണ തുടങ്ങുകയും ചെയ്തിരുന്നു. മമതാ ബാനർജിക്ക് പിന്തുണ അറിയിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പിണറായി സർക്കാരിനെയും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ BJP സംസ്ഥാന നേതൃത്വത്തെ ഉപയോഗിച്ച് കേന്ദ്രം നടത്തി വന്നിരുന്നുവെന്നും ആരോപണമുണ്ടായിരുന്നു. BJPക്ക് ചുവടുറപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾ അധികാരം ഉപയോഗിച്ച് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തി വരുന്നതെന്നാണ് പൊതുവെയുള്ള ആരോപണം. ഏതായാലും ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നാടകീയമായ രംഗങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്.